കമ്പനികൾ ആവശ്യം പണികൾ പെട്ടെന്ന് തീർക്കണം. കാരണം കമ്പനികൾ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ പൊതുവെ സംഭവം എന്താ വെച്ചാൽ മത്സരങ്ങളാണ് കമ്പനികൾക്ക് തമ്മിൽ. ഞങ്ങളാണ് നല്ല കമ്പനി എന്നുള്ള ഒരു മത്സരങ്ങൾ എന്തായാലും ഉണ്ട്, എല്ലാ കമ്പനികൾക്കും ഉണ്ട്. ഇപ്പം ഈ വലിയ വലിയ കമ്പനീസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ മാർക്കറ്റിൽ മറ്റേതൊക്കെ സാധനം ഉണ്ടാവും. ഇതുണ്ട്. സുഹൃത്തുക്കളെ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ദേശീയപാത നിർമ്മാണത്തിനിടെ വീണ്ടും ഒരു തകർച്ച സംഭവിച്ചിരിക്കുകയാണ് കൊല്ലം ജില്ലയിൽ ബൈപ്പാസ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കൂരാട് സംഭവിച്ച അതേപോലെ തന്നെ ദേശീയപാതയുടെ അടിയിലൂടെ, അതായത് മണ്ണിട്ടുയർത്തിയ ഭാഗത്തു കൂടെ വെള്ളം ഒഴുകി പോയി മണ്ണ് ലൂസായിട്ട് ദേശീയപാത ആ ഒരു RI പാനലിന്റെ ഭാഗം അങ്ങനെ ഇരുന്നിട്ട് സർവീസ് റോഡ് പൊന്തി. ആ ഇരുന്ന ഭാഗം സർവീസ് റോഡ് പൊന്തി. കൂരാട് സംഭവിച്ച അതേ ഒരു സെയിം അവസ്ഥ തന്നെയാണ് കൊല്ലം ജില്ലയിലും നടന്നിട്ടുള്ളത്. ഇത് കൂരാട് മാത്രമല്ല, മലപ്പുറം ജില്ലയിലെ രണ്ടാമത്തെ റീച്ചിൽ നമ്മുടെ കുറ്റിപ്പുറം കഴിഞ്ഞതിന് ശേഷം ഐങ്കലം ഭാഗത്തും ഇതേ ഒരു രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ദേശീയപാതയുടെ പണി കഴിയുമ്പോൾ ആളുകൾക്ക് ഒരു ആകാംക്ഷയാണ്. നമ്മൾ ഒരുപാട് കാലത്തെ സ്വപ്നത്തിന് ശേഷമാണ് നമുക്ക് കേരളത്തിലെ ഒരു 6 വരി പാത, അതായത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സുഖമായിട്ട് നമുക്കൊരു 6 വരിയിലൂടെ ഇങ്ങനെ ചേറിപ്പാഞ്ഞ് പോകാം എന്നുള്ള ആ ഒരു ആകാംക്ഷയിൽ നിന്ന് ആശങ്കയിലേക്ക് മാറുന്ന വാർത്തകളാണ് ഇപ്പോൾ ദിനം കേട്ടുകൊണ്ടിരിക്കുന്നത്. കൊല്ലം ജില്ലയിലായിക്കോട്ടെ, മലപ്പുറം ജില്ലയിലായിക്കോട്ടെ, കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞ മാസം കോൺക്രീറ്റ് വാള് പൊട്ടിയിട്ടുണ്ട്. മണ്ണ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോൺക്രീറ്റ് വാള് കണ്ണൂർ ബൈപ്പാസിലാണ്. അത് വേറെ വലിയ ന്യൂസോ കാര്യങ്ങളോ ആയിട്ടില്ല തോന്നുന്നു, എന്നാലും ഇതുമായി ബന്ധപ്പെട്ട ആളുകളിലൊക്കെ എത്തിയിട്ടുണ്ടാകും. കണ്ണൂർ ജില്ലയിലും ഇതേപോലെ നിർമ്മാണത്തിൽ ചെറിയ പിഴവുകളൊക്കെ സംഭവിച്ചിട്ട് കോൺക്രീറ്റ് വാള് പൊട്ടി വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ പല സ്ഥലത്തും ഇതേപോലത്തെ നിർമ്മാണത്തിൽ ചെറുതും വലുതുമായിട്ടുള്ള ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. ഇതുവരെ ജനങ്ങൾ നല്ല ഹാപ്പിയിലായിരുന്നു. കാരണം നമുക്ക് ഒരു പുതിയ 6 വരിപ്പാത വരുന്നു, നമ്മളതിലൂടെ ഇങ്ങനെ ചീറിപ്പാഞ്ഞ് പോകുന്നു. മറ്റ് വിദേശ രാജ്യങ്ങളിലും മറ്റ് സംസ്ഥാനത്തൊക്കെ നമുക്ക് അടിപൊളി റോഡുണ്ട്, നമ്മളെ സംസ്ഥാനത്തിൽ ഇതേപോലെ നമുക്ക് കണ്ടിന്യൂ ആയിട്ടുള്ള റോഡില്ല എന്നൊക്കെ പറഞ്ഞ ആളുകൾക്ക് ആശ്വാസമായിട്ടാണ് ഇപ്പോൾ നമ്മളെ ബാക്ക് കാണുന്നത്. അതിൻ്റെ വീടിൻ്റെ മുകൾ ഭാഗമാണ് അതൊക്കെ ഈ കാണുന്ന വിശാലമായിട്ടുള്ള 6 വരിപ്പാത വന്നപ്പോൾ എല്ലാവരുടെ മനസ്സിലും നല്ലൊരു ആശ്വാസം അല്ലെങ്കിൽ ഒരു ആഹ്ലാദം ഉണ്ടായിരുന്നു. കൂരാട് തകർന്നോട് കൂടിയിട്ട് എല്ലാവർക്കും അത് മാറിയിട്ട് ആശങ്കയായി മാറി. ഏതായാലും കൂരാട് ഡിസംബർ 6 ഇന്നത്തെ ദിവസം ഞാൻ എടുത്ത വീഡിയോ ആണ്, ഈ ഒരു ഡ്രോൺ വിഷ്വലാണ്. കൂരാട് പാലത്തിൻ്റെ വാഡക്റ്റിൻ്റെ പണികളൊക്കെ നല്ല സൂപ്പറായിട്ട് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിയർ കേവിൻ്റെ പണികളാണ് ഇപ്പോൾ ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. 400 മീറ്ററിനോടടുത്ത് നീളമുള്ള ഒരു വാഡക്റ്റാണ് കൂരാട് ദേശീയപാത തകർന്ന ഭാഗത്ത് കമ്പനി നിർമ്മിക്കുന്നത്. ഏതായാലും വാഡക്റ്റിൻ്റെ പണികൾ മറ്റുള്ള സ്ഥലത്ത് ഇപ്പോൾ നമ്മൾ ദേശീയപാതയുടെ വീഡിയോ ഒക്കെ നിരന്തരം കാണുന്ന ആൾക്കാർ അറിയാൻ പറ്റും. ഇപ്പോൾ നമ്മളെ കോഴിക്കോട് ജില്ലയിലെ അയ്യൂർ വെങ്ങളം റീച്ച് അവിടെയൊക്കെ പണികൾ വളരെ സ്ലോ ആയിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തെക്ക് ഭാഗത്തേക്ക് പോയിക്കാന്നുണ്ടെങ്കിലും സ്ലോ ആയിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ ഇതിപ്പോൾ രണ്ടാമത് മെയ് മാസം കഴിഞ്ഞ് ജൂലൈയിലാണ് ഈ ഒരു പാലത്തിൻ്റെ പണി തുടങ്ങിയത്. ആ ഒരു ജൂലൈ മാസത്തിലാണ് പാലത്തിൻ്റെ ആദ്യത്തെ മണ്ണ് ടെസ്റ്റ് ചെയ്യുന്ന പണികളൊക്കെ തുടങ്ങിയത്. ഇപ്പോൾ ആ ഒരു പാലത്തിൻ്റെ പണി ഡിസംബർ 6-ാം തീയതി ആയപ്പോഴത്തിന് ഈ കോലത്തിലായിട്ടുണ്ട്. 2026 മാർച്ച് ആകുമ്പോഴത്തിന് പാലത്തിൻ്റെ പണികൾ പൂർണ്ണമായിട്ടും കഴിയുമെന്നാണ് കമ്പനിയുടെ ആളുകൾ അറിയിച്ചു കേട്ടോ. കൂരാട് ദേശീയപാത തകർന്നപ്പോഴാണ് മൊത്തത്തിലൊന്ന് ചർച്ചയായത്. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞ പോലെ കുറ്റിപ്പുറം ഭാഗത്ത്, ഐങ്കലം ഭാഗത്ത് ഇതേ ഒരു രീതിയിൽ അടിയിലൂടെ മണ്ണ് ലൂസായിട്ട് വെള്ളത്തിൻ്റെ ഒഴുക്കുള്ളതുകൊണ്ട് മണ്ണ് ലൂസായിട്ട് ഇരുന്നപ്പോൾ ഇത്ര വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല. കൂരാട് ആ ഒരു സമയത്ത് ഇതാണ്ട് ഹൈലൈറ്റ് ആയി. അതുകൊണ്ട് തന്നെ കൂരാട് ഭാഗത്ത് ഇവിടെ വാഡക്റ്റ് വന്നു. കൂരാട് നടന്നിട്ടുള്ള സെയിം ആ ഒരു സിറ്റുവേഷൻ തന്നെയാണ്. അതായത് അടിയിലൂടെ വെള്ളത്തിൻ്റെ ഒഴുക്ക് മണ്ണ് ലൂസായി ഭാരമുള്ള അത്രയും വലിയ ഭാരം, ഇതേപോലെ നല്ല രീതിയിൽ മണ്ണിട്ടുയർത്തിയ ഭാഗമല്ല, അതായത് അത്രയും ലോഡ് കണക്കിന് മണ്ണ് അതിൻ്റെ മേലെ കിടക്കുകയാണ്. അപ്പോൾ അത് ഭാരം താങ്ങാതെ ലൂസായിട്ടുള്ള മണ്ണ് സൈഡിലേക്ക് ഇരുന്നു. അങ്ങനെയാണ് സർവീസ് റോഡിൻ്റെ ഭാഗം പൊന്തിയിട്ടുള്ളത്. കൂരാട്, കുറ്റിപ്പുറം, ഇപ്പോൾ നമ്മളെ കൊല്ലം ജില്ലയിലും ഈ 3 സ്ഥലത്തും സെയിം സിറ്റുവേഷൻ ആണ്. ഏതായാലും കൂരാട് ആ ഒരു തകർന്ന ഭാഗത്ത് വാഡക്റ്റിൻ്റെ പണികൾ ഇപ്പോൾ നല്ല വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2026 മാർച്ച് ആകുമ്പോഴത്തിന് തീരുമെന്ന് കരുതുന്നു. പിയർ കേപ്പിൻ്റെ പണികളൊക്കെ നല്ല വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ഈ ഒരു വാഡക്റ്റിലേക്കുള്ള ഗഡർ കൊളപ്പുറം ഓവർപാസിൻ്റെ ആ ഭാഗത്ത് തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ 400 മീറ്ററിനോടടുത്ത് നീളത്തിലാണ് ഇവിടെ പുതിയ വാഡക്റ്റ് അനുവദിച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ ഈ ഭാഗത്തുള്ള നാട്ടുകാരുടെ ശക്തമായിട്ടുള്ള പ്രതിഷേധം, അല്ലെങ്കിൽ നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയൊക്കെ ശക്തമായിട്ടുള്ള പ്രതിഷേധം കൊണ്ടാണ് ഇവിടെ ഈ ഇത്തരത്തിലുള്ളൊരു വാഡക്റ്റ് പെട്ടെന്ന് തന്നെ, അതായത് ഒരു തീരുമാനം എടുക്കാനുള്ള സമയം പോലും എടുത്തിട്ടില്ല. മറ്റേത് ഈ ഒരു ഭാഗത്തൊക്കെ തകർന്ന് വീണിക്കാന്നുണ്ടെങ്കിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഇനി പറയട്ടെ, കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഞങ്ങൾ പണിയെടുക്കുക എന്നുള്ള ഒരു ചിന്താഗതിയാണ് പൊതുവെ കമ്പനികൾക്കൊക്കെ ഉണ്ടാവാറുള്ളത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല.
ഈ ഒരു ഭാഗം തകർന്നു വീണ ഉടനെ തന്നെ കമ്പനിയുടെ ഒരു നിലപാട് അവർ അറിയിച്ചു, ഞങ്ങൾ പാലുണ്ടാക്കിക്കോളാം, ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് പിഴവാണ്, അത് ഞങ്ങൾ അത് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെതൊക്കെ ആയിരിക്കും, അത് പോട്ടെ. ഏതായാലും അധികം താമസമൊന്നും വരാതെ പെട്ടെന്ന് മണ്ണ് ടെസ്റ്റിൻ്റെ പണികൾ ഈ ഒരു ഭാഗത്ത് ഇത്രയും ഉയരത്തിലുള്ള മണ്ണ് 2 മാസത്തോളം അടുത്താണ് നീക്കിയത്. മണ്ണ് ടെസ്റ്റ് ചെയ്യുന്ന പണികൾ നടത്തി, അതേപോലെ ഫയറിംഗ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ പണികൾ ഈ ഒരു കോലത്തിലാക്കിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തെ ജനങ്ങളുടെ ശക്തമായിട്ടുള്ള പ്രതിഷേധം കാരണമാണ് ഈ ഒരു വയഡക്റ്റ് ഇത് അത്ര പെട്ടെന്ന് ഈ ഒരു കോലത്തിലാക്കി എടുത്തിട്ടുള്ളത്. പിന്നെ കമ്പനി പറഞ്ഞാൽ അത്ര പേരുദോഷമുള്ള കമ്പനി ഒന്നല്ല, നല്ല ഫീഡ്ബാക്ക് ഉള്ളൊരു കമ്പനിയാണ്. കമ്പനീൻ്റെ ഭാഗത്ത് ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് മാത്രമാണ് ഇങ്ങനെ ഒരു തകർച്ച ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ബാക്കിയുള്ള സ്ഥലത്തൊന്നും കാര്യമായിട്ടുള്ളൊരു ഇതുണ്ടായിട്ടില്ല. എന്താണ് അവസ്ഥ എന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ കൊല്ലം ജില്ലയിലുള്ള ആളുകളും ഇതേപോലെ ശക്തമായിട്ടുള്ളൊരു പ്രതിഷേധം രേഖപ്പെടുത്തിക്കാന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു വയഡക്റ്റ് കൊല്ലം ജില്ലയിലും വരുന്നതായിരിക്കും. നമ്മളെല്ലാം ഇന്ത്യൻ പൗരന്മാരാണ്, നമുക്കെല്ലാവർക്കും വേണ്ടിയിട്ടുള്ളൊരു പാതയാണ് ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്കെല്ലാവർക്കും പ്രതിഷേധിക്കാനുള്ള അവകാശങ്ങളുണ്ട്. അപ്പോൾ ജനങ്ങളുടെ സുരക്ഷ, നാഷണൽ ഹൈവേ അതോറിറ്റി എന്തായാലും ജനങ്ങളുടെ സുരക്ഷ മുൻകരുതലെടുക്കുന്ന, അല്ലെങ്കിൽ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഒരു അതോറിറ്റിയാണ് നാഷണൽ ഹൈവേ അതോറിറ്റി. പാലം നിർമ്മിക്കാന്നുണ്ടെങ്കിൽ DPRൽ മാറ്റം വരുത്തിയിട്ട് എന്തായാലും നമ്മൾ കാലാകാലം ടോൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ ടോൾ എന്തായാലും ആജീവാനന്ദമായിരിക്കും. NHI നേരിട്ട് പിരിക്കുന്നതുകൊണ്ട് ആജീവാനന്ദമായിരിക്കും ടോള്. അപ്പോൾ ആ ഒരു പാലത്തിൻ്റെ പൈസ കൂടി DPRൽ ചേർത്തിട്ട് ടോളായിട്ട് പോക്കേണ്ടി വരും. ഞാൻ ഇതിൻ്റെ അടിയിൽ കൂടെ ഒരു പുട്ടുകച്ചവടം വേണ്ട. ഏതായാലും കൂരാട് പാടത്ത് നല്ല വേഗത്തിലാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സംഭവം എന്താ വെച്ചാൽ മറ്റുള്ള ഭാഗത്ത് ഇപ്പോൾ നമ്മൾ അയ്യൂര് വെങ്ങളും അതേപോലെ തെക്ക് ഭാഗത്തേക്കുള്ള അതിൻ്റെ പണികളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇവിടെ കണ്ടെങ്കിൽ ഈ ഒരു മാസം കൊണ്ടാണ് ഇത്ര വേഗത്തിൽ ഈ ഒരു പാലത്തിൻ്റെ പണികൾ, ഈ ഒരു വയഡക്റ്റിൻ്റെ പണികൾ ഈ ഒരു കോലത്തിലായിട്ടുള്ളത്. അതിൻ്റെ ഇടയിൽ കൂടെ ചോല പുകയത്തോന്ന് തോന്നിപ്പോകും. സുഹൃത്തുക്കളെ, പണിയുടെ വേഗത കണ്ട് പറയുകയാണല്ലോ, അതിൻ്റെ അളാപ്പാൻ്റെ കമ്പനിയൊന്നുമല്ല. ഏതായാലും നാട്ടുകാരുടെ ശക്തമായിട്ടുള്ള പ്രതിഷേധം കൊണ്ട് ഇതൊക്കെയാണ് ഈ കാണുന്ന കോലത്തിൽ ഒരു പാലം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കൊല്ലം ജില്ലയിലുള്ള ആളുകൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഭാഗത്തുനിന്നും നിങ്ങളെ നാട്ടിൽ ഇതേപോലെ വെള്ളത്തിൻ്റെ ഈ ഒരു സംഭവങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലം, വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു പാടം കാണുന്നുണ്ടെങ്കിൽ ഇതേപോലെ പ്രതിഷേധങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ട് പാലം നേടിയെടുക്കും. അപ്പോൾ കൂരാട് ഏതായാലും ഇവിടെ ഈ ഒരു തകർന്നു വീണ സ്ഥലത്ത് പാലത്തിന്റെ പണികൾ നല്ല ഉഷാറായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി കൊല്ലം ജില്ലയിൽ ആ ഒരു തകർന്ന ഭാഗത്ത് എന്താണ് ചെയ്യാന്ന് അറിയില്ല കേട്ടോ. കാരണം ഈ ഒരു വയലിനോട് ചേർന്നിട്ടുള്ള വയൽ തന്നെയാണ്, നല്ല ഇറക്കമുള്ള ഒരു സ്ഥലമാണ്, നല്ല ഉയരത്തിൽ മണ്ണിട്ടുയർത്തിയിട്ടുള്ള ഒരു ഭാഗം കേട്ടോ. കാരണം ഒരു ഇറക്കം അങ്ങനെ ഇറങ്ങി പോവുകയാണ്. ഒരു വയഡക്റ്റ് നിർമ്മിക്കേണ്ട സ്ഥലത്ത് ഇതേപോലെ മണ്ണിട്ടുയർത്തി, കൂരാട് എന്നൊക്കെ പറഞ്ഞാൽ നേരെ പോണ സ്ഥലമാണ്. മറ്റേത് അങ്ങനെയല്ല, ഒരു ഇറക്കമാണ്. ഇറക്കമുള്ള സ്ഥലത്തേക്ക് ഇതേപോലെ വയഡക്റ്റ് ഒക്കെ ആദ്യം തന്നെ നിർമ്മിച്ചിക്കാന്നുണ്ടെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. ഏതായാലും ആ കമ്പനി അത്ര മോശപ്പെട്ട കമ്പനി ഒന്നല്ല, അവരെ കൊണ്ട് അതൊക്കെ നികത്താൻ കഴിയുമെന്ന് കരുതുന്നു. എന്തായാലും നാഷണൽ ഹൈവേ അതോറിറ്റി കർശനമായിട്ടുള്ള ഒരു നടപടി, ഇതിങ്ങനെ ചെറുതും വലുതുമായിട്ട് ഇങ്ങനെ വന്നുകൊടുക്കണല്ലോ. ഇത് അതോറിറ്റിക്ക് മാത്രമല്ല, ഇതിന്റെ പേരുദോഷങ്ങൾ പല ആൾക്കാർക്ക് പല ഡിപ്പാർട്ട്മെന്റിനുണ്ടാകും. പിന്നെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് സുരക്ഷ. ഇപ്പം നമ്മുടെ അരൂർ തുറവൂർ 12.5 കിലോമീറ്റർ നീളമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഒറ്റത്തൂൺ, ഏറ്റവും നീളം കൂടിയ ഒറ്റത്തൂണിലെ 6 വരി മേൽപ്പാലം വരുന്നത് നമ്മുടെ കേരളത്തിൽ ആലപ്പുഴ ജില്ലയിലാണ് എന്നൊക്കെ പറയണം. നമ്മൾ ഒരുപാട് ഇതൊക്കെ നമ്മൾ ഇതാക്കിയിരുന്നു. കാരണം അത്രയും വലിയ സെറ്റപ്പിലാണ് ഈ ഒരു പാലം വരുന്നത്. ആ ഒരു പാലത്തിന് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു ഇപ്പോൾ 3 കൊല്ലം കൊണ്ട് 40-ലധികം ആളുകൾ, ഏകദേശം 50-നോടടുത്ത ആളുകളാണ് മരണപ്പെട്ടത്. ആ ഒരു റീച്ചിൽ മാത്രം 12.5 കിലോമീറ്റർ നീളമുള്ള റീച്ചിൽ മാത്രം 40-ലധികം ആളുകൾ, 50-നോടടുത്ത ആളുകളാണ് മരണപ്പെട്ടുള്ളത്. അത് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പണിക്കാർ, തൊഴിലാളികൾ മരണപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അടിയിലൂടെ സഞ്ചരിക്കുന്ന ഇരുചക്ര വാഹനത്തിൻ്റെ ഒക്കെ സഞ്ചരിക്കുന്ന ആളുകൾ, ഇവിടെ അടുത്ത് ലാസ്റ്റ് വന്നത് ആ ഒരു സുഹൃത്തിൻ്റെ വാഹനത്തിൻ്റെ മുകളിലേക്ക് ആ ഒരു ഭീമൻ ഗർഡർ, 80-78 ടൺ ഭാരമുള്ള ഗർഡറാണ് ആ വാഹനത്തിന് മുകളിലേക്ക് വീണത്. നമ്മളൊക്കെ അതിൻ്റെ അടിയിലൂടെ പോകുമ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമുക്കൊരു വേവലാതി ഉണ്ടാവും. പണി കഴിഞ്ഞ ഭാഗമാണെങ്കിൽ ഓക്കെ, പണി കഴിയാത്ത ഭാഗത്തു നിന്ന് ആ ഒരു കോൺക്രീറ്റിൻ്റെ ചീള് അല്ല പ്രശ്നം, കോൺക്രീറ്റിൻ്റെ ചീള് പ്രശ്നം ഉണ്ടാക്കാൻ പോട്ടെ, ഇവർ ഈ സ്ക്രൂ ചെയ്ത സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ ഒരു ഇരുമ്പിൻ്റെ കഷ്ണം ഏതെങ്കിലും ഒന്ന് പോകുമെന്നുള്ള പേടി വരെയുണ്ട്. പിന്നെ അതിൻ്റെ അടിയിലൂടെ പോയപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവമാണ്, ഇവർ ആ ഒരു പില്ലറിന് പൈൻറ്റ് സ്പ്രേ ചെയ്യുമ്പോൾ ഞാൻ ഹെൽമെറ്റിൻ്റെ ഗ്ലാസ് ഇങ്ങനെ പൊക്കീനു, അതിലൂടെ സഞ്ചരിക്കുന്ന ഹെൽമെറ്റിൻ്റെ ഗ്ലാസ് പൊക്കീനു. ഇവരിങ്ങനെ സ്പ്രേ ചെയ്യുമ്പോൾ എൻ്റെ കണ്ണുകൈ സൂത്തിങ് സഫർ, ആ സാധനം എൻ്റെ കണ്ണുകൈ, എൻ്റെ ആ ഹെൽമെറ്റിൻ്റെ സൈഡിലൊക്കെ ഉണ്ട് നീല കളർ, ബ്ലാക്ക് ഹെൽമെറ്റ് ഉണ്ട്. പക്ഷെ അതിൻ്റെ ഒരു ഡിസൈനുള്ള മാതിരി നീല തിളങ്ങണ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു സാധനം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു കണ്ണുക്കായി, അതേപോലെ എത്ര ആൾക്കാരെ കണ്ണുക്ക് സിമെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടാകും, എത്ര വാഹനങ്ങൾക്ക് മുകളിൽ ആ കോൺക്രീറ്റ് സാധനങ്ങൾ വന്നിട്ടുണ്ട്. സംഭവം ശരിയാണ്, അവിടെ അധികം സ്പേസ് ഇല്ല, ആകെ 30 മീറ്ററിൽ സ്ഥലം ഏറ്റെടുക്കാതെയാണ് ആ ഭാഗത്തെ പണികൾ തീർത്തിട്ടുള്ളത്. പക്ഷെ ഇനി ഇത്ര കാലമായിട്ട് ഒരു ഇതില്ലാന്നുണ്ടെങ്കിൽ എന്താ ഇപ്പം ആരോട് പറയേണ്ട ഒരു കാര്യമില്ല, അത് വേറെ വിഷയം. കാരണം പണി പെട്ടെന്ന് തീർക്കണം. കാരണം ഈ ഒരു ദേശീയപാത നിർമ്മാണത്തിൽ കമ്പനീൻ്റെ ഇതെന്താ, കമ്പനികൾ ആവശ്യം പണികൾ പെട്ടെന്ന് തീർക്കണം. കാരണം കമ്പനികൾ ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ പൊതുവെ സംഭവം എന്താ വെച്ചാൽ മത്സരങ്ങളാണ്.
കമ്പനികൾക്ക് തമ്മിൽ ഞങ്ങളാണ് നല്ല കമ്പനി എന്നുള്ള ആ ഒരു മത്സരങ്ങൾ എന്തായാലും ഉണ്ട്. എല്ലാ കമ്പനികൾക്കും ഉണ്ട്. ഇപ്പം ഈ വലിയ വലിയ കമ്പനീസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ മാർക്കറ്റിൽ മറ്റേതൊക്കെ സാധനം ഇതുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അവരെ കമ്പനീൻ്റെ പേര് കളയാൻ പാടില്ല. കഴിയുന്നതും പെട്ടെന്ന് പണികൾ തീർക്കുക എന്നുള്ളൊരു ലക്ഷ്യം ഉണ്ടാകും. പിന്നെ ഈ ഒരു അരൂർ റോഡിൻ്റെ കാര്യം എടുത്ത് പറയുന്നുണ്ടെങ്കിൽ 30 മീറ്ററാണ് അവിടെ നിലവിലുള്ള റോഡിൻ്റെ വീതി. ആദ്യത്തെ 4 വരി, 2 വരി അങ്ങനെ 4 വരി റോഡാണ് അവിടെ ഉള്ളത്. അതിൽ സ്ഥലം ഏറ്റെടുക്കാതെയാണ് പുതിയ 6 വരി പാത, അതായത് ഒറ്റത്തൂണിൽ 6 വരിയായിട്ട് ഇങ്ങനെ ഒരു എലിവേറ്റഡ് ഹൈവേ 12.5 കിലോമീറ്റർ നീളമുള്ള ഒരു എലിവേറ്റഡ് ഹൈവേ വരുന്നത്. പിന്നെ ബദലായിട്ടുള്ളത് നമ്മളെ ചേറ്റു അല്ല, എന്തിന് സ്ഥലത്തിൻ്റെ പേര്, പെരുമ്പളം ദ്വീപിലേക്ക് പോകുന്ന ആ റോഡിൽ കൂടെ ഇങ്ങനെ പോയിട്ട് ചെറിയ റോഡുണ്ടല്ലോ, റോഡിന്റെ കറക്റ്റ് പേരും കാര്യമില്ല, അതിലൂടെ ഇങ്ങനെ പോയിട്ട് അപ്പോൾ വലിയ വാഹനങ്ങൾക്കും മറ്റൊക്കെ ഇങ്ങനെ പോകുമ്പോൾ വലിയ വാഹനങ്ങളൊക്കെ പോയി പരിചയമുള്ളവർ പിന്നെ അതിലൂടെയാണ് ഇങ്ങനെ പോകുന്നത്. ചെറിയ വാഹനങ്ങൾ പിന്നെ ഇതിൽ കൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ എന്നാലും ബുദ്ധിമുട്ട് കാരണമല്ല, നല്ല ബുദ്ധിമുട്ട്. പിന്നെ അതേപോലെ അതിലൂടെ പോകുന്ന ആൾക്കാർ, കാൽനട യാത്രക്കാർക്ക് ചളിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ വൻ ശോകമാണ്. മഴ പെയ്താലും വെള്ളക്കെട്ടുകൾ, വെള്ളം ഒഴുകി പോകാനുള്ള സൗകര്യമില്ല. ഡ്രെയിനേജ് കുറച്ച് മുകളിലാണ്. സർവീസ് റോഡിന്റെ ആ മണ്ണെടുത്ത് കണ്ടിട്ട് സർവീസ് റോഡും ഡ്രെയിനേജും തമ്മിൽ ഏകദേശം ഇത്ര ഒരു വ്യത്യാസമുണ്ട്. ഇതിലൊക്കെ വെള്ളം കെട്ടിക്കിടന്ന് കണ്ട് വണ്ടി നീങ്ങില്ല. ഇതിന്റെ മുന്നിലൊരു ചങ്ങായി വീണിട്ട് പാവാണ്, കഴിച്ചിലേക്കണ അയാൾ വണ്ടി വീണ്. ഈ രാത്രി സമയത്തൊക്കെ വലിയ വണ്ടിക്കാർ ഇത് വീണ് കിടക്കുന്നത് കണ്ടിട്ടില്ല എന്നതിൽ അതിന്റെ മേൽക്കൂടെ കയറി പോകും. അത്രയും വെള്ളമാണ്, അവിടെയുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും. അപ്പൊ ഇത്തരത്തിൽ ചില സ്ഥലത്തൊക്കെ സുരക്ഷാ പ്രശ്നങ്ങളുണ്ട്. 2-3 റീച്ചിലൊക്കെ ഒരു സുഖമായിട്ട് ഇങ്ങനെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലാതെ ബുദ്ധിമുട്ടില്ലാത്ത സ്ഥലത്തൊക്കെ. ഏതായാലും ഇപ്പോൾ അവസാനമായിട്ട് കൊല്ലം ജില്ലയിൽ മൈലക്കാട് ഭാഗത്താണ് ഇപ്പോൾ ദേശീയപാത തകർന്നു വീണിട്ടുള്ളത്. ഇനി ഈ ഒരു വയലുള്ള ഭാഗത്തൊക്കെ മണ്ണ് പരിശോധന ഒക്കെ നടന്നിക്കണമെന്നൊക്കെ ഇനി പഠിച്ചോൻക്കറിയാം. എന്തായാലും ആട്ടെ, മണ്ണ് പരിശോധന ഇപ്പോൾ എന്തായാലും കൂരിയാട് പാടത്തൊക്കെ ആ ഒരു പൈലിംഗ് സമയത്ത് എനിക്കൊന്നും എം എൻ ബിയുടെ ഭാഗത്ത് മാത്രമാണ് മണ്ണ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. വയലുള്ള ഭാഗത്തൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഓരോ 30 മീറ്റർ അല്ലെങ്കിൽ 50 മീറ്റർ അപ്പുറത്തൊക്കെ മണ്ണ് ടെസ്റ്റ് ചെയ്ത്, കാരണം ആ ഒരു പാറയുടെ അളവ് എത്രത്തോളം ഉണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് മണ്ണ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തലുണ്ട്. മണ്ണിന്റെ ഘടന, ഈ വെള്ളം കെട്ടി കിടക്കുന്ന സ്ഥലത്ത് മണ്ണിന്റെ ഘടനയിൽ പെട്ടെന്ന് മാറ്റം വരും. കാരണം ഡ്രൈ ആയിട്ട് കിടക്കുന്ന സമയത്തുള്ള മണ്ണിന്റെ ആ ഒരു ഇതല്ല ഈ വെറ്റായി കിടക്കുമ്പോൾ, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കണ്ണൂർ ബൈപ്പാസിന്റെ കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. നമ്മുടെ ദേശീയപാതയുടെ നിർമ്മാണത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള ഒരു റീച്ചാണ് കണ്ണൂർ ബൈപ്പാസ്. കണ്ണൂർ ബൈപ്പാസിലാണ് കഴിഞ്ഞ മാസത്തിൽ ഒരു കോൺക്രീറ്റ് വാള് പൊട്ടി വിള്ളൽ വന്നത് കേട്ടോ. കണ്ണൂർ ബൈപ്പാസിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ചതുപ്പ് നിറഞ്ഞ അല്ലെങ്കിൽ പുല്ലൂപ്പിന്റെ ഒക്കെ അറിയില്ല ഞങ്ങൾ, പുല്ലൂപ്പിന്റെ ആ ഒരു ഇതിലൂടെയാണ് നമ്മുടെ പുതിയ 6 വരിപ്പാത വരുന്നത്. ഇവർ ആദ്യം കൊടുന്നാണ് കുറച്ച് മെറ്റലിട്ടപ്പോൾ എന്തായി, ആദ്യം മണ്ണിട്ടതിന് ശേഷമാണ് മെറ്റലിട്ടപ്പോൾ എന്താണ് ഈ സാധനം ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങി, ഈ മണ്ണ് ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങി. അപ്പോൾ ഇവർക്ക് മനസ്സിലായി ഈ മണ്ണ് ഇതുകൊണ്ട് കാര്യമില്ല. കാരണം ആ ഒരു റോഡും മണ്ണൊക്കെ വരുമ്പോൾ എത്രത്തോളം അളവുണ്ടാവും, അതിനേക്കാൾ ഏറെ കൂടുതലുള്ള മെറ്റൽ വഴി ആദ്യം കൊണ്ട് അവിടെ സ്റ്റോർ ചെയ്തു. ആ മെറ്റലിട്ട ഭാഗം ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങി. പിന്നെ അവരെന്ത് കാട്ടി, ആ മെറ്റലിട്ട് കണ്ട് കോക്കനറ്റ് പെയിലിംഗ്, 2 സൈഡിലും കോക്കനറ്റ് പെയിലിംഗ് എന്ന് പറഞ്ഞ സംഭവമാണ്, അതും അടിച്ചിട്ട് കാര്യമില്ല. പിന്നെ PVD നടത്തി, പിന്നെ ജിയോ സെൽ അതൊക്കെ പിന്നെ അതിൻ്റെ ശേഷമാണ് PVD അടിച്ചത്. PVD ചെയ്തിട്ടും സംഭവം ശരിയാണെന്നാണ് സ്റ്റോൺ പെയിലിംഗ് നടത്തിയത്. സ്റ്റോൺ പെയിലിംഗ് നടത്തിയതിന് ശേഷം നമ്മൾ ഒരു അലുവക്കെട്ട് പോലെ എന്ന് പറഞ്ഞിട്ട് കോൺക്രീറ്റിന്റെ സാധനങ്ങൾ പറഞ്ഞല്ലോ, ഈ റോഡിന്റെ അത്ര ഭാരമുള്ള സാധനങ്ങൾ 2 സൈഡിലും വെള്ള സാധനമായിട്ട്, അതൊക്കെ ഡ്രോൺ വീഡിയോ ഒക്കെ കണ്ട ആൾക്കാർക്ക് അറിയാൻ പറ്റും, വെള്ള സാധനമായിട്ട് 2 സൈഡിലും വെച്ച് ആ ഭാരം 2 സൈഡിലുണ്ടോ, എന്നിട്ട് ആ മണ്ണ് തിട്ടുകയെന്നുണ്ടെങ്കിൽ സാധനം ഇരുന്ന് പോവില്ല. കാരണം പുല്ലൂപ്പിക്കട അത്രയും ചിലപ്പോൾ എത്ര കാലം ഇരിക്കണം അറിയില്ല, എന്തായാലും നൂറ്റാണ്ടുകളോളം വെള്ളം കെട്ടിക്കിടന്ന ചതുപ്പ് നിറഞ്ഞ സ്ഥലമാണ്. എത്ര കാലമാണ് പയക്കേണ്ടത് നമുക്കറിയാം, ചിലപ്പോൾ ഭൂമിയുള്ള അന്ന് മുതലേ അങ്ങനെ ആക്കിയാരം അവിടെയൊക്കെ അടുത്തൊരുക്കര. അപ്പം അത്ര അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് മണ്ണിട്ട് ഉയർത്തിയിട്ട് പാത വരുന്നത്. ആ ഭാഗത്ത് ഏകദേശം ഒരു 2 കിലോമീറ്ററിനടുത്ത് തുടർച്ചയായിട്ടുള്ള കേട്ടോ, കട്ട് ചെയ്തിട്ട് 2 കിലോമീറ്ററിനടുത്ത് എലിവേറ്റഡ് ഹൈവേ വയഡക്റ്റ് ഒക്കെ വരുന്നുണ്ട്. അപ്പം അത് ഈ ഒരു പുല്ലൂപ്പി കടവിന്റെ ഭാഗത്ത് പൂർണ്ണമായിട്ട് ഇങ്ങനെ പാലമായിട്ട് റോഡ് നിർമ്മിച്ചുകയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവിടെ പണി തീർന്നിട്ടുണ്ടാകും, എന്താണെന്ന് അറിയില്ല. ഏതായാലും നാഷണൽ ഹൈവേ അതോറിറ്റി ഇത്തരം ഈ ഒരു ഇടിഞ്ഞു വീടിനും മറ്റൊക്കെ ആയിട്ടുള്ള ഒരു നടപടി പെട്ടെന്ന് എടുക്കട്ടെ. ഏതായാലും കേരളം പോലുള്ളൊരു സംസ്ഥാനത്ത് ജനങ്ങൾ ആകാംക്ഷയോടെ കാത്തിരുന്നൊരു പാതയാണ്. അപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് ഈ ഒരു ജനങ്ങളെ ആശങ്ക ഒന്ന് പരിഹരിക്കേണ്ടത് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഒരു ബാധ്യതയാണ്. അപ്പോൾ ഇനി ഇതേപോലത്തെ ഈ ഒരു പരിപാടികളൊന്നും ഇല്ലാതെ, അതായത് ഇടിഞ്ഞു വീണ പണികളൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു നിർമ്മാണം അതിൻ്റെ നോക്കിയെടുത്തുന്ന ആൾക്കാർ, പ്രൈവറ്റ് കമ്പനിയാണല്ലോ അത് നോക്കിയെടുത്തുന്നത്. അപ്പോൾ അവർ ആ ഒരു തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് ശക്തമാക്കിയിട്ട് കമ്പനികൾക്ക് വേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പണിയിലും കാര്യങ്ങളൊക്കെ ക്വാളിറ്റി ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ നടത്തി ഇനി ഇതേപോലത്തെ ഒരു സംഭവം, അതായത് ജനങ്ങളിൽ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സംഭവം ഇനി ഉണ്ടാകരുത് എന്ന് കമ്പനിക്ക്, നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കമ്പനിക്ക് കർശനമായിട്ടുള്ളൊരു നിർദ്ദേശം കൊടുക്കട്ടെ. ഇത് പോട്ടെ, നമ്മുടെ കോഴിക്കോട് പാലക്കാട് ഗ്രീൻഫീൽഡ് എക്സ്പ്രസ് വേ അതും ഇതേപോലെ ചതുപ്പ് വയൽ നിറഞ്ഞ ഭാഗത്തു കൂടെയാണ് പോകുന്നത്. പിന്നെ ഗ്രീൻഫീൽഡ് ഹൈവേ ആണ്, സർവീസ് റോഡൊന്നും വല്ലാതെ കാണൂല.
എന്നാലും ആ ഒരു ഭാഗത്ത് ഇപ്പോൾ ഈ ഒരു ഇതിൻ്റെ ഏകദേശം ഇപ്പോൾ 3 കൊല്ലമായാലും ഇതിൻ്റെ നിർമ്മാണം നടക്കാൻ തുടങ്ങിയിട്ട് ഇനി അതിൻ്റെ പണി തുടങ്ങുമ്പോഴും ഇതേപോലത്തെ ഈ തോന്നിയ പോലത്തതൊന്നും ഇല്ലാത്ത നല്ല അടിപൊളിയായിട്ട് എല്ലാ മാർഗ്ഗനിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് കമ്പനികൾക്ക് പണി നടത്താനുള്ള ഒരു ഇത് ഉണ്ടാകട്ടെ. പിന്നെ പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് ഇതേപോലെ എന്തെങ്കിലും പറ്റിക്കാന്നുണ്ടെങ്കിൽ പിന്നെ ആരും കുറ്റപ്പെടുത്താനുള്ള ഒരു ഇതില്ല. കാരണം പണി നടക്കുകയാണ്, പിന്നെ മണ്ണ് പരിശോധിച്ചിട്ടില്ല എന്നുള്ളൊരിത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഏതായാലും അവർക്ക് കിട്ടിയിട്ടുള്ള DPR അനുസരിച്ചിട്ടായിരിക്കും അവിടെ പണികളൊക്കെ നടത്തിയിട്ടുണ്ടായിരിക്കുക. അതെന്തായാലും ആട്ടെ. ഏതായാലും നാഷണൽ ഹൈവേ അതോറിറ്റി ഇനി ജനങ്ങളുടെ ആശങ്കകളൊക്കെ മനസ്സിലാക്കി മനുഷ്യ ജീവന് വില കൽപ്പിക്കുന്ന രീതിയിലുള്ള ഒരു നിർമ്മാണം നടത്താൻ കമ്പനികൾക്ക് കർശനമായിട്ടുള്ള നിർദ്ദേശം നൽകട്ടെ. ഏതായാലും ദേശീയപാതയുടെ പണികളൊക്കെ കഴിഞ്ഞ് ഇതേപോലെ ഈ ഒരു കാണുന്ന കോലത്തിലായിട്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 6 വരിയിലൂടെ സഞ്ചരിക്കാൻ ഒരുപാട് ആളുകൾക്ക് ആഗ്രഹമുണ്ട്. അതിൽ ഇതേപോലത്തെ ഇടിഞ്ഞു വീലും മറ്റേക്ക് വരുമ്പോഴാണ് ആശങ്ക ഉണ്ടാകല്. ഏതായാലും നാഷണൽ ഹൈവേ അതോറിറ്റി അതിനൊക്കെ പരിഹാരം കാണുമെന്ന് നമ്മളൊക്കെ ഇന്ത്യൻ പൗരന്മാരാണ്. പ്രതിഷേധിക്കുവാനും അവകാശങ്ങൾ നേടിയെടുക്കാനും അതേപോലെ ആശങ്കകൾ അറിയിക്കാനൊക്കെ നമുക്ക് അവകാശമുണ്ട്. ഏതായാലും ഇതിനൊക്കെ പരിഹാരം കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. നാഷണൽ ഹൈവേ അതോറിറ്റി ഇതിനൊക്കെ ശക്തമായിട്ടുള്ള തീരുമാനം എടുക്കുമെന്ന് കരുതുന്നു. അപ്പോൾ ശുഭപ്രതീക്ഷയോടെ വീഡിയോ ഞാൻ നിർത്തുന്നു. ഇനി ഏതായാലും തോന്നിയ പോലെ നിസ്സാരമായിട്ട് കാണുന്നത് പോലത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും ഏത് റീച്ചിലും എവിടെ ഇല്ലാതെ കേട്ടെ. ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകൾ അതുമായി ബന്ധപ്പെട്ട കർശന നടപടികളൊക്കെ സ്വീകരിക്കട്ടെ. ഏതായാലും നമുക്ക് നമ്മുടെ വിശേഷങ്ങളുമായിട്ട് മുന്നോട്ട് പോകാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. എക്സ് വൈബ്. സീ യു അഗൈൻ. ജയ് ഹിന്ദ്.